ചേട്ടന് മുട്ടിനൊരു പൊട്ടലുണ്ട്. ചേട്ടന് കാല് വയ്യാത്താറിനാണ് ഞങ്ങളിതിപ്പോ തുടങ്ങിയത്. ഞാൻ ഡെയിലി 25 കൊണ്ടുവരത്തുള്ളൂ. ചിലപ്പോ അത് തീരാൻ തന്നെ പാടാ. ഇപ്പൊ ഇത്ര നേരമായില്ലേ. കുഞ്ഞു വണ്ടിക്കകത്തുള്ള പരിപാടിയാണ്. കടയിൽ ഞാൻ അതിക്രമിച്ച് കയറുകയാണ് കേട്ടോ. അത് കണ്ടിട്ട് തന്നെ നല്ല ഇതുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടാണ് ചെയ്തുകൊണ്ട് വരുന്നത്. കുഞ്ഞൊരു വണ്ടിക്കകത്ത് ബിരിയാണി വിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമുക്കത് ആ ചേച്ചിയെ ഒന്ന് കാണാം. അപ്പം ചേച്ചിയുടെ കുഞ്ഞ് ബിരിയാണി കടയുടെ രുചിക്കാഴ്ചകളാണ് കേട്ടോ. ഏകദേശം 10-25 ബിരിയാണിയൊക്കെ ചെയ്യത്തുള്ളൂ അല്ലേ ചേച്ചി? ഒരു ദിവസം 10-25 ബിരിയാണിയൊക്കെ ചെയ്യത്തുള്ളൂ. ചേച്ചിക്ക് ഇപ്പം ഇച്ചിരി മോശമാണെന്ന് പറയുന്നത് അല്ലേ കച്ചവടം? അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ അത് ഉഷാറാക്കി തരും. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങൾ കാണാം നമുക്ക്. ചേച്ചിയുടെ പേരെന്താ? സജിത. സജിത ചേച്ചി. സജിത ചേച്ചി, ഇത് നമ്മൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങളുണ്ട് 3 വർഷമാകുന്നു. 3 വർഷമായി. ചേട്ടൻ എന്താ ജോലി? എന്താ ചേട്ടന് ഇത് തന്നെയായിരുന്നു ചേട്ടന് പണി. അപ്പൊ ചേട്ടന് ഇപ്പൊ ഒരു ഓട്ടോ എടുത്തിട്ടുണ്ട്. ചേട്ടന് കാല് വയ്യാത്താറിനാണ് ഞങ്ങളിതിപ്പോ തുടങ്ങിയത്. കാലിനെന്താ പ്രശ്നം? ചേട്ടന് മുട്ടിനൊരു പൊട്ടലുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ ശരിക്കും ഇത് വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നതാണ് അല്ലേ? ഓക്കെ. അപ്പം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി ഇവിടെ എത്ര മണിയാകുമ്പോൾ കൊണ്ടുവരും? ഇവിടെ 11 മണി. 11 മണിയാകുമ്പോൾ കൊണ്ടുവരും. ശരിക്കും പറയാൻ നോക്കിയിട്ട് ഇത് ചിലപ്പോൾ ഫ്രൈഡ് റൈസ് എന്ന് പറയാം അല്ലേ? ചിക്കൻ കറി സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ടായിരുന്നു തുടക്ക സമയത്തൊക്കെ? കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ ഈ ഷാപ്പും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ടായിരിക്കും കച്ചവടത്തിന് ചെറിയൊരു മടുപ്പ് വരുന്നത്. ഇപ്പം എത്രത്തോളം ബിരിയാണി നമ്മൾ കരുതും? ഇപ്പം ഞാൻ ഡെയിലി 25 കൊണ്ടുവരത്തുള്ളൂ. ചിലപ്പോ അത് തീരാൻ തന്നെ പാടാ. ഇപ്പൊ ഇത്ര നേരമായില്ലേ. ഇപ്പൊ ഏകദേശം 2 മണിയായി. ആ 2 മണി സമയത്താണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. ചേച്ചി മഴയും കൂടെ ഉണ്ടല്ലേ ചേച്ചി? വീട് എവിടെ ആയിട്ടാണ്? ഇവിടെ അടുത്ത വീട്. ഇവിടെ അടുത്ത. അപ്പൊ നമുക്ക് ആ ബിരിയാണി ഒന്ന് കാണാം കേട്ടോ. ഇതിലാണ് നല്ല നീറ്റായിട്ട് അത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റൈസാണ്. തൊട്ടടുത്തായിട്ട് തന്നെ കറി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് സലാഡ് അച്ചാറുണ്ട് അല്ലേ? മുട്ടയുണ്ട് ഇതിന്റെ ഒപ്പം. ആ മുട്ടയും ഉണ്ട് കേട്ടോ. ബിരിയാണിയുടെ ഒപ്പം മുട്ടയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. സ്ഥലം ഏതാണിത്? നമ്മളിപ്പോ നിൽക്കുന്ന മറന്നുപോയി എനിക്ക്. നെടുമ്പ്രം. അപ്പൊ ഈ പാത്രങ്ങളിൽ നമുക്ക് കാണാം റൈസ് ഉണ്ട്, ഒപ്പം കറിയുണ്ട്. അപ്പം അത് നല്ല നീറ്റായിട്ടാണ്, അത് കണ്ടിട്ട് തന്നെ നല്ല ഇതുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടാണ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ചേച്ചി ഞങ്ങൾക്ക് 2 പൊതി പാഴ്സൽ ചെയ്തോ. നിലവിൽ നമ്മൾ മറ്റൊരിടത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ചേച്ചിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാം. കച്ചവടം ഒന്ന് ഉഷാറായി കൊടുക്കുക. ഈ റോഡിലൂടെയുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചേച്ചിയുടെ ബിരിയാണി കച്ചവടമൊക്കെ ഒന്ന് ഉഷാറായി കൊടുക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്തുള്ള പരിപാടിയാണ് കേട്ടോ. കുഞ്ഞു വണ്ടിക്കകത്തുള്ള പരിപാടിയാണ്. ഇവിടെ കടയിൽ ഞാൻ അതിക്രമിച്ച് കയറുകയാണ് കേട്ടോ. ഈ പാലൊക്കെ നാളത്തേക്കുള്ളതായിരിക്കും അല്ലേ? നാളത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പം ഈ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ ഒരുപാട് ഷാപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ കുറച്ച് പ്രാധാന്യം കിട്ടാത്തതിന്റെ കാര്യം. അപ്പൊ ഞങ്ങളുടെയാണോ ഇത്? അപ്പൊ അങ്ങ് എടുത്തേക്കാം. അതെല്ലാ അച്ചാറും കറികളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഓർഡർ വിളിച്ചു പറഞ്ഞു. ഓർഡർ സ്വീകരിക്കും അല്ലേ? അത് ചേട്ടന്റെ നമ്പറാ അല്ലേ? അപ്പൊ ചേട്ടന്റെ നമ്പറും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തിച്ചു കൊടുക്കും അല്ലേ? അപ്പൊ ചേട്ടന്റെ ഓട്ടോയ്ക്കകത്ത് വീട്ടിലെത്തിച്ചു തരും കേട്ടോ. അപ്പൊ 2 പേരും കൂടെ, ചേച്ചി മാത്രമല്ല ചേട്ടനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ഉഷാറാട്ടോ കച്ചവടം. നമ്മുടെ കയ്യിൽ ഇനിയും ഊണുപൊതികൾ ഇരിപ്പുണ്ട് കേട്ടോ. ബൈക്ക് നിറയെ ഊണുപൊതികളാണ്. എന്നാലും ചേച്ചി സപ്പോർട്ട് കൊടുത്തേ.